നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞാൽ പാർട്ടിയുടെ ദേശീയ പദവി പോകും, ചിഹ്നവും നഷ്ടമാകും. ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ഒക്കെയാകും പിന്നീട് കിട്ടുന്ന ചിഹ്നങ്ങൾ. അത് ഒഴിവാക്കാൻ CPM-ന് വോട്ട് ചെയ്യണം എന്നായിരുന്നു CPM നേതാവ് AK ബാലന്റെ നിഷ്കളങ്കമായ അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പിന് ശേഷം പദവി നഷ്ടപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും അല്ലാതെ നല്ലൊരു ചിഹ്നം കൂടി CPM-ന് ആവശ്യപ്പെടാം. ഗദ. സാക്ഷാൽ ഹനുമാന്റെ ആയുധം. രാമനെ ഹിന്ദുത്വവാദികൾ എടുത്തപ്പോൾ രാമസേവകനെ ഞങ്ങളെടുത്തു എന്ന വ്യാഖ്യാനവും നൽകാം. ബീഹാറിലെ CPM ഒരു മുഴം മുന്നേ എറിഞ്ഞു. ഹനുമാനെയും ഗദയും വെച്ച് സ്ഥാനാർത്ഥി പോസ്റ്ററുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് ബീഹാറിലെ ഏക CPM സ്ഥാനാർത്ഥി സഞ്ജയ് കുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിന്റെ 4 ഇരട്ടി വലുപ്പത്തിലാണ് ഗദ. സ്ഥാനാർത്ഥി തൊഴുകൈയോടെ നിൽക്കുന്ന പോസ്റ്ററിൽ അതിലും വലുപ്പത്തിൽ ഹനുമാൻ സ്വാമി യോഗാസന മുദ്രയിലിരിക്കുന്ന ചിത്രവും. ഹനുമാൻ ജയന്തി ദിനത്തിൽ ഖഗഡിയ ലോക്സഭാ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും CPM സ്ഥാനാർത്ഥി സഞ്ജയ് കുമാറിനായി ഭക്തിമയ പോസ്റ്റർ പതിപ്പിച്ചു. രാമൻ മിത്താണോ സത്യമാണോ എന്നൊന്നും ചോദിക്കരുത്. ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ CPM-ന്റെ അടവ് നയമാണെന്നും വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല. ബീഹാറിൽ ഇന്ത്യ സഖ്യം CPM-ന് അനുവദിച്ച ഏക സീറ്റാണ് ഖഗഡിയ. 20 വർഷത്തിനു ശേഷം ബീഹാറിൽ നിന്നൊരു ലോക്സഭാംഗത്തിനായി CPM കടുത്ത പ്രചാരണത്തിനാണ്. ഖഗഡിയ മണ്ഡലത്തിലെ സാമൂഹ്യ ഘടകങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമാണെന്നാണ് അവകാശം. RJD നേതാവ് തേജസ്വി യാദവും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാഹ്നിയും CPM സ്ഥാനാർത്ഥിക്കായി വിപുലമായ പ്രചാരണം നടത്തുന്നു. സീറ്റ് നിഷേധിക്കപ്പെട്ട LJP സിറ്റിംഗ് MP മെഹബൂബ് അലി RJD-യിൽ ചേർന്നത് ഗുണം ചെയ്യുമെന്നും പാർട്ടി കരുതുന്നു. സഞ്ജയ് കുമാറിന്റെ പിതാവ് യോഗേന്ദ്ര സിംഗ് ഖഗഡിയ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 2000-ൽ വിജയിച്ചിരുന്നു. എന്നാൽ LJP-യുടെ പരമ്പരാഗത പിന്തുണ അടിത്തറയായ ദലിതുകളുടെ പിന്തുണയ്ക്കൊപ്പം LDA-യുടെ EBC, യാദവ, കുശോഹ ഇതര OBC വോട്ടുകളുടെ എതിർ ധ്രുവീകരണമാണ് NDA-യുടെ LJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ സൗജന്യ റേഷൻ പദ്ധതി മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ ജനപ്രിയമാണ്. ഇത് OBC വൈശ്യ സമുദായത്തിൽ നിന്നുള്ള ഭഗൽപൂരിലെ മുൻ മേയറായ വർമ്മയ്ക്ക് അനുകൂലമായി മത്സരം നയിച്ചേക്കാവുന്ന ഒരു ഘടകമായി മാറിയേക്കാവുന്നതാണ്.